ജാസി ഗിഫ്റ്റും പ്രിൻസിപ്പളും തമ്മിലുള്ള ഇഷ്യൂ. പ്രിൻസിപ്പൽ അതിനെപ്പറ്റി പറഞ്ഞ എക്സ്പ്ലനേഷൻ കേട്ടു. ശരിക്കും അവർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ട് അവരത് ചെയ്തു എന്നതിനെക്കുറിച്ച് അവർ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവരവിടെ പ്രവർത്തിച്ച ആ രീതി ഭയങ്കര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്രത്തോളം പഠിത്തവും വിവരവുമുള്ള അങ്ങനെ ഒരു ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന ഒരു ലേഡിയിൽ നിന്നും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവർ പറഞ്ഞ ഭാഗം ശരിയാണ്, പക്ഷെ പ്രവൃത്തി ഭയങ്കര മോശമായിപ്പോയി. കുസാറ്റിലെ ഇഷ്യൂവിന് ശേഷം കോളേജിലൊക്കെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഗാനമേള പാടില്ല, അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ ഉണ്ട്. അത് ഇവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നല്ലോ. അപ്പോൾ ആ ഓഡിറ്റോറിയത്തിലെ ഒരു സെറ്റിങ്സ് നമ്മൾ കണ്ടതാണ്. അതൊരു നല്ല ഒരു DJ പാർട്ടിയുടെ രീതിയിൽ നല്ല സ്റ്റേജൊക്കെ നല്ല അടിപൊളി സെറ്റിങ്സിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ അത്രത്തോളം സെറ്റിങ്സിൽ ചെയ്യുമ്പോൾ വരുന്ന ഒരു സെലിബ്രിറ്റി എന്താണ് കരുതേണ്ടത്? ഞാൻ ഇനോഗ്രേഷന് വന്നിട്ട് ജസ്റ്റ് ഒരു പാട്ട് പാടിയിട്ട് പോകാൻ വേണ്ടിയാണ് ഇവരെന്നെ വിളിച്ചതെന്ന് കരുതുമോ? ഇല്ലല്ലോ. ആ സെറ്റിങ്സ് കണ്ടാൽ നമ്മളും വിചാരിക്കും ആ സെറ്റിങ്സ് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടി സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഈ പ്രിൻസിപ്പൾ അവിടെ ഇല്ലായിരുന്നോ? ഇതൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് അവരിത് കണ്ടില്ലായിരുന്നോ? എന്തുകൊണ്ട് അവർ ചോദ്യം ചെയ്തില്ല? അതുപോലെ തന്നെ ജാസി ഗിഫ്റ്റുമായിട്ട് ഇതിന്റെ അഗ്രിമെന്റും കാര്യങ്ങളും ഒക്കെ സംസാരിച്ചത് കുട്ടികളാണെന്ന് പറയുന്നു. അവർ പറയുന്നത് ഞാനല്ല, കുട്ടികളാണ് അയാളുടെ അടുത്ത് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പൊ കുട്ടികൾ എന്താണ് എക്സാക്ട്ലി അയാളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ഇങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം അയാളുടെ അടുത്ത് പറഞ്ഞിരുന്നോ? ഇതൊന്നും ഇവർക്കറിയില്ല. അപ്പം ഇവര് ഇത്രത്തോളം റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരുന്ന സ്ഥിതിക്ക് ഇവര് അയാളുടെ അടുത്ത് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു നേരത്തെ. ഇനി ചെയ്തിട്ടില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ അടുത്ത് ഈ വക കാര്യങ്ങൾ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബാധ്യസ്ഥയായിരുന്നു. ഇതൊന്നും അവർ ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ ഈ പാട്ട് തുടങ്ങിയതിന് ശേഷം ഇവർ സ്റ്റേജിൽ കയറി അവരെ ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. ഇവർക്ക് അന്നേരം അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ ട്രൂപ്പിലുള്ള ആരെയെങ്കിലും ഒന്ന് വിളിച്ചിട്ട് പറയായിരുന്നു, ഒന്ന് നിർത്താൻ പറയൂ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറയായിരുന്നു. അങ്ങനെ മര്യാദയുടെ രീതിയിൽ അവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. അപ്പൊ അത് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിന്റെ ഇടയിൽ കയറി അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവർ തന്നെ പറയുന്നു, രണ്ടാമത്തെ പാട്ട് നടന്നുകൊണ്ടിരുന്നപ്പോഴോ രണ്ടാമത്തെ പാട്ടിന് ശേഷം മൂന്നാമത്തെ തുടങ്ങുമ്പോഴോ ആണ് ഇവർ എൻ്റർ ചെയ്തതെന്ന് പറയുന്നു. അപ്പോൾ ആകെ 2 പാട്ടേ പാടിയുള്ളൂ, അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പാടിക്കൊണ്ടിരുന്നില്ല. ഇവർക്ക് ജസ്റ്റ് അവിടെ നിന്നൊന്ന് കൈ കാണിക്കായിരുന്നു, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ള ആരുടെ അടുത്തെങ്കിലും പറയായിരുന്നു, ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യൂ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന്. അങ്ങനെ മര്യാദയുടെ ഭാഷയിൽ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവോ അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവോ ചെയ്യായിരുന്നു. ഇത്രത്തോളം വലിയ രീതിയിൽ ഒരു പരിപാടി അറേഞ്ച് ചെയ്തതിന് ശേഷം, എല്ലാം തുടങ്ങിയതിന് ശേഷം സ്റ്റേജിൽ കയറി ഇങ്ങനെ ഒരു ഇൻസൾട്ടിങ് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഇത്രത്തോളം കാര്യങ്ങൾ എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്നത്, എന്താണ് എൻ്റെ കോളേജിൽ നടക്കാൻ പോകുന്നത്, ഏതൊക്കെ രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ രീതിയിലാണ് സെലിബ്രിറ്റിയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത്, അവർ വന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ മേക്ക് ഷുവർ ചെയ്യേണ്ട ഉത്തരവാദിത്വം പ്രിൻസിപ്പളിന് തന്നെയായിരുന്നു. അവരത് ചെയ്തില്ല എന്നുള്ളത് പോട്ടെ, അത് ചെയ്യാതെ വന്ന ഗസ്റ്റിനെ സ്റ്റേജിൽ കയറി എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തപ്പോൾ വലിയ ആളായി പോയി എന്നാണ് കരുതുന്നത്. അതിനുശേഷം അവർ പറയുന്നുണ്ട്, ഞാൻ ഒരു ഔദാര്യം പോലെ എന്തോ ചെയ്തു എന്ന് പറയുന്ന രീതിയിൽ അവർ പറയുന്നുണ്ട്. ജാസിയോട് പറഞ്ഞു, നിങ്ങൾ തന്നെ പാടാങ്കിൽ പാടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് അത് പറ്റില്ല, അയാൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന മറ്റേ രീതിയിലാണെന്ന്. നമ്മൾ ഒരു പ്രസംഗിക്കാൻ പോയാലും നമ്മൾ എന്ത് കാര്യത്തിന് ഒരു സ്റ്റേജിൽ കയറുവാണെങ്കിലും ചെറിയ രീതിയിൽ ഒരു പ്രിപ്പറേഷന് ശേഷമായിരിക്കും നമ്മൾ ചെല്ലുന്നത്. അപ്പൊ ഇത്രത്തോളം വലിയൊരു രീതിയിൽ കുട്ടികളുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പോയ ആള് അവർ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയും എന്താ പറയുന്നത് പ്രാക്ടീസോട് കൂടിയൊക്കെ ആയിരിക്കും പോയിരിക്കുന്നത്. അപ്പൊ ഇവർ പറയുകയാണ്, നിങ്ങൾ ഇത് നിർത്തിയിട്ട് അങ്ങനെ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് പ്ലാൻ മാറ്റാനോ പരിപാടി മാറ്റാനോ ഒന്നും പറ്റില്ല. ഓർക്കസ്ട്ര എല്ലാ രീതിയിലും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷെ പുള്ളിക്ക് അത് പറ്റൂല എന്ന് പറഞ്ഞു എന്ന്. അതൊക്കെ എവിടുത്തെ ന്യായമാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ പലയിടത്തും കാണുന്ന ഒരു കാര്യമാണ്, പല സംഘടനകളിലും ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. പ്രായമായിട്ടുള്ള ആളുകൾ ചെറുപ്പക്കാരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. ചെറുപ്പക്കാരെ ഏതെങ്കിലും തരത്തിലുള്ള ഐഡിയാസ് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ അങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങാണ് ഈ പരിപാടി ചെയ്ത് നല്ല പെർഫെക്റ്റ് ആയി അവർക്ക് പേരായി പോയാലോ നമ്മുടെ സ്ഥാനം അവിടുന്ന് പോകുമല്ലോ എന്നൊക്കെ പേടിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കൂല. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ജൂനിയർ ആയിട്ടുള്ള വല്ല ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ ചേർന്നിട്ട് നല്ല രീതിയിൽ ഇത് ഓർഗനൈസ് ചെയ്തതായിരിക്കും. ഇവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് ഒരു പണി കൊടുക്കാം എന്നുള്ള രീതിയിൽ ചെയ്തതായിരിക്കും. ഇല്ലില്ല, ഇവർക്ക് നേരത്തെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു. കുട്ടികൾ സംസാരിച്ചപ്പോഴേ ഇതിവിടെ പറ്റൂല, ഈ കോളേജിൽ ഇതൊക്കെയാണ് നിയമങ്ങൾ, ഗവൺമെന്റിന്റെ റെസ്ട്രിക്ഷൻസ് ഇത്രയുണ്ട്, അപ്പൊ ഇതിനകത്ത് നിന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിലേ ഞാൻ അനുവദിക്കത്തുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു കാര്യവും ഞാൻ അനുവദിക്കത്തില്ല എന്നുള്ളത് കുട്ടികളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം അറേഞ്ച്മെന്റ്സും ചെയ്ത് ഇത്രത്തോളം കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പൊ ഇതെല്ലാം അവരെയും കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു നാണം കെട്ട പരിപാടി കാണിച്ചതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആരോടൊക്കെയോ കലിപ്പ് തീർക്കാനുള്ള ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്.
അപ്പൊ ആസ് എ ടീച്ചർ അല്ലെങ്കിൽ ആസ് എ പ്രിൻസിപ്പൽ ഇവരുടെ കരിയർ, ഇവരുടെ ത്രൂ ഔട്ട് കരിയറിൽ ഇവരുടെ ഈ സ്വഭാവം തന്നെയായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇവരുടെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ, ഐ മീൻ ഇവർ പഠിപ്പിച്ച കുട്ടികളും ഇവരുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കൊളീഗ്സും ഒക്കെ അനുഭവിച്ചത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കാരണം ആ ഒരൊറ്റ ചെയ്തിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്നു. ആ ജാസി ഗിഫ്റ്റ് ആണെങ്കിൽ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത രീതി, അത് നടന്നതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത രീതി, അയാൾ എത്ര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടാണ് ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലാതെ ഒട്ടും പൊട്ടിത്തെറിക്കാതെ അയാളുടെ മാന്യത കാണിച്ചിട്ടാണ് ഈവൻ അത് നമ്മളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പോലും. ഇവർക്ക് അതിന് പോലും ഉള്ള ഒരു വകതിരിവില്ലാതെ കാണിച്ചൊരു സ്ത്രീയാണ്. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഞാൻ ഇത്രയും നാളും എന്ത് നേടി എന്നൊന്ന് ഇരുന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ പ്രായമായ ആൾക്കാരോടൊക്കെ പറയാണ്, എസ്പെഷ്യലി പല സംഘടനകളിലും പല ഭാരവാഹികളായിട്ടും അവരുടെ അതിൻ്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന പ്രായമായ ആൾക്കാരോടൊക്കെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ചെറിയ തലമുറയും കൂടെ ചേർത്ത് പിടിക്കുക. അവരുടെ ഐഡിയാസും നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടേഴ്സ് സൃഷ്ടിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അതിന് സമ്മതിക്കത്തില്ല. അങ്ങനെയല്ല, നിങ്ങൾ അവരുടെ ഐഡിയാസ് എടുക്കൂ, എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ, നിങ്ങൾക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അവർക്കതില്ല, അവർക്ക് കുറെ പുതിയ പുതിയ ഐഡിയാസ് ആയിരിക്കും ഉള്ളത്. അപ്പൊ അതെടുത്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ അതിനോടൊപ്പം ചേരുമ്പോൾ ഭയങ്കര ഭയങ്കര വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയൊന്ന് മാറി ചിന്തിക്കൂ. ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും ഒരു കാര്യത്തിലും ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാനോ പുതിയ പുതിയ ഒരു കാര്യങ്ങളും ചെയ്യാനോ ഒരു താല്പര്യമില്ലാത്ത ഇതുപോലെയുള്ള കുറെ ആളുകൾ കാരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രായമുള്ളവരൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക. അതുപോലെ ടീച്ചേഴ്സ് കുട്ടികളുടെ മനസ്സിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലൂ. അവരുടെ കൂടെ ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ചെയ്യൂ. അല്ലാതെ അവരുടെ അടുത്ത് ഇങ്ങനെ അഡമന്റ് ആയിട്ട് മാത്രം നിന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ അവരുടെ അടുത്ത് ഫ്രണ്ട്ലി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളും അവരനുസരിക്കും. അല്ലാതെ ഇങ്ങനെയുള്ള ടീച്ചേഴ്സ് ആകുമ്പോൾ എല്ലാ കുട്ടികളും വിചാരിക്കുന്ന, ദൈവമേ ഇവരൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നും അവരുടെ മനസ്സിൽ ആ ടീച്ചറിനെ പറ്റി ഒരു വെറുപ്പുള്ള ചിത്രമായിരിക്കും. അപ്പൊ ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരു കരിയർ ഉണ്ടാക്കിയെടുത്ത് ഇത്രയും ശിഷ്യന്മാരെ സമ്പാദിച്ചതിന് ശേഷം അവരുടെ എല്ലാം മനസ്സിലൊരു വെറുപ്പ് മാത്രമാണ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പിന്നെ ജീവിച്ചതിലോ അല്ലെങ്കിൽ ജോലി ചെയ്തതിലോ എന്ത് അർത്ഥമാണുള്ളത്?